എന്തടിച്ചു പൊളിക്കുമ്പോഴും നിത്യതയെ മറന്നുകൊണ്ട് ഒരു അടിച്ചു പൊളിക്ക് പോകരുത്. വീട്ടുടയാൻ കഥ അടയ്ക്കുന്ന ഒരു സമയമുണ്ട്. എന്നും അവൻ വാതിൽ തുറന്നു വെച്ചോണ്ടിരിക്കുവല്ല, വീട്ടുടയവൻ കഥ അടയ്ക്കും. കഥ അടയ്ക്കുമ്പോൾ വന്നിട്ട് കർത്താവെ തുറന്നു തരണമേന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അനീതി ചെയ്യുന്നവരെ എന്നെ വിട്ടുപൊക്കോ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അപ്പൊ തിന്നു കുടിച്ചു. കർത്താവ് അപ്പം നുറുക്കി 5000-ലധികം പേർക്ക് കൊടുത്തു. കർത്താവിന്റെ അപ്പം ഭക്ഷിച്ച എല്ലാവരും ദൈവരാജ്യത്തിൽ അംഗങ്ങളാകണമെന്നുണ്ടോ? സൗഖ്യമായ എല്ലാവരും നിത്യത പോകണമെന്നുണ്ടോ? വിടുതലുകൾ പ്രാപിച്ചവരോ അത്ഭുതങ്ങൾ കണ്ട എല്ലാവരും നിത്യതയിൽ പോകണമെന്നില്ല. നിത്യതയിൽ പോകണമെങ്കിൽ, ദൈവരാജ്യത്തിൽ അംഗങ്ങളാകണമെങ്കിൽ ഇടുക്ക് വാതിലിലൂടെ കടക്കുവാൻ പോരാടണം. എല്ലാ ദിവസവും നമുക്ക് വാഴ്ചകളോടും അധികാരങ്ങളോടും നമുക്ക് പോരാട്ടമുണ്ട്. എങ്കിലേ അകത്ത് കയറും. ഇല്ലെങ്കിൽ ഒരു ദിവസം ഈ കൃപയുടെ വാതിൽ അടയപ്പെടുന്ന സമയമുണ്ട്.